നമ്മളിൽ പലരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് കുയിലി. റാണി നാച്ചിയായുടെ രാജ്യത്തിലെ സേനാ നായികയായിരുന്നു അവർ. കുയിലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി പോരാടുവാൻ ധീരതയോടെ ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീ യോദ്ധാവാണ് കുയിലി. 18ാം നൂറ്റാണ്ടിലാണ് അവൾ സ്വയം രക്തസാക്ഷിയായി മാറിയത്. അവളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വയം നിറയൊഴിച്ച് നെയ്യും എണ്ണയുമെല്ലാം സ്വന്തം ദേഹത്ത് ഒഴിച്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആണവായുധം ശേഖരിച്ചിരുന്ന ആ അറയിലേക്ക് സ്വയം കടന്നു ചെന്ന് സ്വയം തീ കൊളുത്തി രക്തസാക്ഷിയായി മാറിയ പെൺകുട്ടിയാണ് കുയിലി. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു നമ്മുടെ പോരാട്ടത്തിന്റെ ആദ്യ ചരിത്രം. കുയിലി ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ധീരരക്തസാക്ഷിയാണ്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, ഏറ്റവും പ്രത്യേകമായി നമ്മുടെ ഗാന്ധിജി, അങ്ങനെ തുടങ്ങിയ നീണ്ട നിര സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ വേണ്ടി ധീരമായി പോരാടി. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം വെള്ളിക്കണികയിൽ നമുക്ക് നേരെ നിർത്തിയതല്ല. അത് അനേകം ദേശാഭിമാനികളുടെ രക്തത്തിൻ്റെ, കണ്ണീരിൻ്റെ, അധ്വാനത്തിൻ്റെ പ്രയത്നഫലമാണ്. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഭാരതത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പിന്നീടുള്ള ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും ആ വിഭജനത്തിൻ്റെ നോവുകളും അതിൽ നിന്നുള്ള പോരാട്ടങ്ങളുമെല്ലാം നമുക്കറിയാമല്ലോ. ഹരിത വിപ്ലവവും ചന്ദ്രയാനും മംഗളയാനും തുടങ്ങി നമ്മുടെ ഇന്ത്യ ഇന്ന് മുന്നേറ്റത്തിൻ്റെ വലിയ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാനില്ലാത്ത ഭാരത ജനത, ഭാരത മക്കൾ ഇന്ന് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലേക്ക് ഭക്ഷണം കയറ്റുമതി ചെയ്യണം. സ്വാതന്ത്ര്യമില്ലാത്ത ജനത ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. ഭരണഘടന നമുക്ക് സുസ്ഥിരമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇത്രയും സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന, നമ്മുടെ രാഷ്ട്രീയ അധികാരികൾ തരുമ്പോൾ അതിനെ നാം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നാണ്. രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട്. നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ, നമ്മുടെ അവകാശങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ നാം തയ്യാറാകണം. ഇന്ന് നാം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്, നമ്മുടെ രാജ്യത്ത് തൊഴിലും മറ്റു സാധ്യതകളും എല്ലാം ഉണ്ടായിട്ടും ഭാരതത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുക, വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി പോവുക. ഇത് വളരെ നല്ലതാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയും നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനവുമാണ് ഇതിലൂടെ കുറയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും നമ്മുടെ കഴിവും ബുദ്ധിയും എല്ലാം രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ ആദ്യമേ നേരുന്നു. ഓരോ സ്വാതന്ത്ര്യ ദിനവും കടന്നു പോകുമ്പോൾ അതിനുവേണ്ടി അക്ഷരം പ്രവർത്തിച്ച സമര നേതാക്കന്മാരെയും സമര നയങ്ങളെയും നാം അനുസ്മരിക്കേണ്ടതാണ്. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്നു. എന്നാൽ രാജ്യത്തിന്റെ ഓരോ കോണുകളിലും സ്വാതന്ത്ര്യം ലഭിക്കാതെ നിൽക്കുന്ന ജനവിഭാഗങ്ങൾ അനേകമാണ്. ഇവരെല്ലാം നാം പരിഗണിക്കേണ്ടതാണ്. എന്നാൽ രാജ്യത്തെ ഭരണാധികാരികൾ ഇവരെ തിരിഞ്ഞു നോക്കുകയോ ഇവർക്ക് വേണ്ട പരിഗണനകൾ നൽകുകയോ ചെയ്യാറില്ല. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയുടെ നെറുകയിൽ രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അണിയുമ്പോൾ 200 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ
സ്വാതന്ത്ര്യത്തിന്റെ അന്ത്യത്തിലേക്കായിരുന്നു അത് നയിച്ചത്. അർദ്ധരാത്രിയിൽ റേഡിയോയിലൂടെ ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഇന്നും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. ജനത സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കുമാണ് ഉണരുന്നത്. ഓരോ സ്വാതന്ത്ര്യ സമരവും ഓരോ വെളിപ്പെടുത്തലുകളാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച സമര സേനാനികളുടെ വേർപാടും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച റാണി ലക്ഷ്മിബായി, തൂക്കുമരത്തെ പുഞ്ചിരിയോടെ നേരിട്ട ഭഗത് സിംഗ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് മുമ്പിൽ നെഞ്ചുവിരിച്ച് നേരിട്ട സുഭാഷ് ചന്ദ്രബോസ് എന്നിങ്ങനെ നിന്നു സമര സേനാനികളുടെ നിര. ഈ അവസരത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പരാമർശമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. രാജ്യം ഇന്നും പൂർണ്ണ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല. ഭാഗികമായിട്ടുള്ള സ്വാതന്ത്ര്യമേ ഇന്നും ഇന്ത്യൻ ജനത അനുഭവിക്കുന്നുള്ളൂ. ഭാരതത്തിലെ ഓരോ മനുഷ്യന്റെയും, ഓരോ ഭാരത ജനത്തിന്റെയും പൗരന്റെയും കണ്ണീരിന് അവസാനം വരുമ്പോൾ മാത്രമേ ഇന്ത്യ പൂർണ്ണ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുള്ളൂ, കടക്കുകയുള്ളൂ, അനുഭവിക്കുകയുള്ളൂ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു. ഇന്നും നാം അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഭാരതത്തിലെ ഓരോ കോണുകളിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മറ്റും കഷ്ടപ്പെടുന്ന ഓരോ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാനായി സാധിക്കും. ജാതി വിവേചനത്തിന്റെയും സാമ്പത്തിക വളർച്ചയില്ലായ്മയെയും നമുക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് പറയാവുന്നതാണ്. 200 പതിറ്റാണ്ടുകൾ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട് കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയുള്ള ആദ്യ സമരമായിരുന്നു 1857 നടന്നത്. പിന്നീട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആയിരക്കണക്കിന് ജനതകളെ സാക്ഷിയാക്കി ദണ്ഡി കടപ്പുറത്ത് നിന്ന് കറുത്ത നിയമം എന്ന ഉപ്പു നിയമത്തിന്റെ ലംഘനത്തിലൂടെയായിരുന്നു ആദ്യത്തെ ചുവടുവയ്പ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച രാഷ്ട്രപിതാവിന്റെ വാക്കുകളായിരുന്നു: ഇന്ത്യ ഭാഗിക സ്വാതന്ത്ര്യമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് എന്നുള്ളത്. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാൽ എന്ത്? ഇന്ത്യൻ ജനതയുടെ ഓരോ പൗരന്റെയും കണ്ണുനീരിന് എന്ന് വിരാമമിടുന്നു, എന്ന് അന്ത്യമിടുന്നു, അന്ന് മാത്രമേ ഇന്ത്യ പൂർണ്ണ തരത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുകയുള്ളൂ എന്നുള്ളതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. എന്നാൽ അത് ഇന്നും നമ്മൾ നേടിയെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യത്തിലൂടെ ഇന്ത്യ സ്വാതന്ത്ര്യം കൈവരിച്ചതിലൂടെ വിദ്യാഭ്യാസ പരത്തിലും സാമ്പത്തിക പരത്തിലും ശാസ്ത്രീയ പരത്തിലും പല മുന്നേറ്റങ്ങൾ ഇന്ത്യ നേടിയെടുത്തിട്ടുണ്ട്. എന്നാലും സാമ്പത്തിക വളർച്ചയില്ലായ്മയും എല്ലാ ഭാഗത്തേക്കുമുള്ള വിദ്യാഭ്യാസമില്ലായ്മയും ഇവിടെ ഇപ്പോഴും ഒരു വിപത്തായി നിൽക്കുകയാണ്. ലഹരി എന്ന വിപത്തിന് അടിമപ്പെട്ട് കഴിയുന്ന പല യുവാക്കളും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ട്. 2021 ക്രൈം റിപ്പോർട്ട് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. മഹാത്മാഗാന്ധിയുടെ പരാമർശമാണ് ഓരോ ഭാരത പൗരന്റെയും കണ്ണുനീരിന് എന്ന് വിരാമമിടുന്നു, അന്നാണ് ഇന്ത്യൻ ജനത പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നത് എന്ന ആ ഒരു തലത്തിലേക്ക് ആ ഒരു പരാമർശം സ്വീകരിക്കുന്നതിന് വേണ്ടി, നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അക്ഷീണം പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.